എല്ലാവർക്കും ആറ്റിങ്ങൽ സീരീസിന്റെ പാർട്ട് 2 സ്വാഗതം. പാർട്ട് 1 നമ്മൾ ആറ്റിങ്ങൽ കൊട്ടാരവും അവിടുത്തെ ഡീറ്റെയിൽസും ചരിത്രവും ഒക്കെയായിരുന്നു നമ്മൾ പങ്കുവച്ചത്. പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചുതെങ്ങ് ഫോർട്ടും അവിടുത്തെ ചരിത്രവും കാപ്പിൽ ബീച്ചിലേക്ക് പോകുന്ന വഴിയും പോയ വഴിക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ മേടിച്ച കഥയും കാപ്പിൽ ബീച്ചും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന അഞ്ചുതെങ്ങ് ഫോർട്ടും മനസ്സ് ശാന്തമാകുന്ന കാപ്പിൽ ബീച്ചും ഒക്കെ കണ്ട് നമ്മുടെ യാത്ര തുടർന്നാലോ? അപ്പൊ എങ്ങനെയാ, കൂടെ പോരുമല്ലേ? നമ്മളിങ്ങനെ ഇപ്പം അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് അഞ്ചുതെങ്ങ് ഫോർട്ട് എന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഷോവാണ്. നമ്മൾ വഴിയിൽ റോഡിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറണം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളവിടെ പോയവർക്ക്, ആ പാലസ് കണ്ടവർക്ക് ഒന്നൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഇത് തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ തന്നെയുള്ള ഫോർട്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സോ ടിക്കറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാമേ. ഇതാണ് കേട്ടോ നമുക്കിത് കയറുന്നത്. അതിൻ്റെ നേരെ വഴിയിൽ എനിക്ക് തോന്നുന്നു കയറുന്ന വഴിക്ക് തന്നെ ഇവിടെ നല്ലൊരു പാർക്ക് കേട്ടോ, ഒരു പാർക്കാണ് കേട്ടോ. നല്ല കിടക്കൻ പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഉദ്യാനം പോലൊരു സെറ്റപ്പ് കാണാം. നമുക്ക് എങ്ങനെയാണ് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും, ഇവിടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഞാൻ വഴിയെ ഞാൻ പറയും കേട്ടോ. ടിക്കറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വഴിയെ പറയും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നത് ബോത്താണെന്ന് തോന്നുന്നു. കാരണം പാലസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ അത്യാവശ്യം നല്ല രസമുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അഞ്ചുതെങ്ങ് ബീച്ചും കടലും കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ വരുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു ആളിരിപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബുക്കിൽ നമ്മുടെ പേരും എത്ര പേരുണ്ടെന്നും നമ്മൾ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഫോർട്ടിൻ്റെ മുമ്പ് വശം കേട്ടോ. അവിടെ ഒരു ലൈറ്റ് ഹൗസും കാണാം കേട്ടോ. നമുക്ക് പക്ഷേ അത് കയറാൻ പറ്റത്തില്ല, ഞാൻ നോക്കിയായിരുന്നു. ഇപ്പം ക്ലോസ്ഡ് ആണ്. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ലൈറ്റ് ഹൗസ് ഓപ്പൺ ആണെങ്കിൽ ഞാൻ പറയാം, നമുക്ക് കയറാം കേട്ടോ. ഇതാണ് ഫോർട്ടിൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചേർക്കുന്നതാണ്. എങ്ങനെയാണ്, എന്നാണ് ഉണ്ടാക്കിയത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നതാണ്. ഇവിടെയുണ്ട് ടിപ്പിക്കൽ മലയാളിത്തരം, ലൈക്ക് പേര് എഴുതൽ. ഈ ഒട്ടും താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ്. നമ്മളൊരു സ്ഥലം നമ്മൾ വേണം കീപ്പ് ചെയ്യാൻ. ലൈക്ക് മുമ്പ് നമ്മൾ അവിടെ പോയില്ലേ, കൊട്ടാരത്തിൽ പോയപ്പോഴും അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. ഇത്രയും നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഉദ്യാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കാണാമെന്നല്ലാതെ പക്ക ക്ലീനാണ്. സോ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത് വൃത്തിയാക്കുന്ന നമ്മുടെ കാര്യമാണ്. അതുപോലെ തന്നെ കൊട്ടാരം കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം വരും. കാരണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിന് അന്നലെ ആർക്കാണില്ല ആ കൊട്ടാരത്തിൽ ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്കത് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ നല്ല ഫോർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ ഒരു കോട്ടയാണ് അഞ്ചുതെങ്ങ് ഫോർട്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിന് വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണിത്. ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി പണിയാൻ 1684 അനുവാദം നൽകി. 1690 ഇവിടെ ഒരു കോടതി പണിയാനുള്ള അനുവാദം ലഭിച്ചു. കോട്ട പണിതത് 1695 ചതുരാകൃതിയിലാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. 1721 രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആക്രമിച്ചു കൊലപ്പെടുത്തി. തുടർന്ന് 6 മാസത്തോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ നിന്നും കൂടുതൽ സേന എത്തിയാണ് കലാപം അടിച്ചമർത്തിയത്. വേലുത്തമ്പിയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തിലും കലാപകാരികൾ ഈ കോട്ട ഉപരോധിച്ചിരുന്നു. 1810 ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന മെക്കാളെ കോട്ട തിരിച്ചു പിടിക്കുകയും 1813 കോട്ടയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കപ്പെട്ടു. 1921 മുതൽ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കോട്ട. ഇപ്പോൾ ഈ കോട്ട ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. എന്നാലും ഈ കോട്ട കാണാൻ ഇപ്പോഴും ധാരാളം പേർ എത്തുന്നുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പോകുവാനും കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റെപ്പില്ല, അവിടെ നിന്നാ മതി. ഇവിടെ നിന്നാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് നമുക്ക് കടലൊക്കെ നല്ല വൃത്തിക്ക് കാണാം കേട്ടോ. കണ്ടോ, എനിക്കത് ഇങ്ങനത്തെ കാഴ്ച ഞാൻ പിന്നീട് കണ്ടത് നമ്മുടെ ഗോവയിലെ ഫോർട്ടുകളുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോഴാണ് ഇത്രയും നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ആ സൈഡിലേക്ക് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. നമുക്കങ്ങ് ദൂരെയായിട്ട് കുറേ
ബോട്ടുകൾ കാര്യങ്ങളെല്ലാം കാണാം. എല്ലാവരും എനിക്കൊന്ന് മീൻ പിടിക്കാനും എനിക്കായിട്ടുള്ളതാണ് കേട്ടോ. നല്ല വെയിലാണ്, നല്ല അട്ടാറ് വെയിലാണ്. നമുക്കിനി ഇതുവഴി അപ്പുറത്തേക്ക് പോകാമേ. നമ്മളെവിടെ കൊണ്ടാ പിന്നെ അയ്യോ പിന്നെ പിള്ളേരെ കൊണ്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കയ്യിൽ അവരുടെ കൈ നമ്മുടെ വേണം. കാരണം എന്ന് വെച്ചാൽ ഒരു കമ്പിവേലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം നമുക്ക് പിള്ളേരൊക്കെ ആണെങ്കിലും വീണ് കഴിഞ്ഞാൽ നല്ല ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ മാക്സിമം അവർ എത്ര വഴക്കുണ്ടാലും നമ്മുടെ കൈ അവരെ തന്നെ വെച്ചേക്കുക കേട്ടോ. മാക്സിമം ഈ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. കാരണം വെച്ചാൽ അങ്ങോട്ടേക്ക് സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതായി വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചാലും നടക്കുക കേട്ടോ. കാരണം കുടയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സീനാണ് കേട്ടോ. നമ്മൾ ഇതൊരു വഴി കണ്ടത് നമുക്ക് ആക്ച്വലി ഇത്രയേ ഉള്ളൂ കേട്ടോ വഴി ഇവിടെ. അപ്പോൾ നടക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ നടക്കുക. എനിക്ക് തോന്നുന്നു മറ്റേ ഉയരം പേടിയൊക്കെ ഉള്ളവർ അത്യാവശ്യം ഇതിനകത്ത് മണ്ടയ്ക്കോട്ട് കയറാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ഇവിടെയൊക്കെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പേ. ഇവിടെ നമുക്ക് നടന്ന് നമുക്ക് അടുത്ത സൈഡിലേക്ക് നമ്മൾ വരുവാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒക്കെ തൂക്കാനുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. അത് മൊത്തം കാണാം കേട്ടോ. അയ്യോ നമ്മളെവിടെ ഇതുവഴി കറങ്ങി നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ട ലൈറ്റ് ഹൗസ് കാണാം കേട്ടോ. ഇവിടെ നിന്ന് ലൈറ്റ് ഹൗസ് നല്ലപോലെ കാണാം കണ്ടോ. ഇത്രയും ഉയർച്ചയുണ്ട് നമ്മുടെ ലൈറ്റ് ഹൗസിന്. പക്ഷേ അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞിട്ട് അവിടെ ക്ലോസ്ഡ് ആണെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കത്തിട്ട് എന്നിട്ട് നമുക്ക് നോക്കാമേ. ഇപ്പം നമ്മളിതാ ആ ഒരു വഴികളെ കയറി നമ്മൾ ചുറ്റിക്കറങ്ങി വന്ന് നമ്മളിതാ ഇതുവഴി ഇറങ്ങുവാണേ. ഇത്രയേ ഉള്ളൂ ഫോട്ടോ എന്ന് വെച്ചാൽ. അതും വലിയ ഫോട്ടോ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞിട്ട് നമുക്ക് ആറ്റിങ്ങളിനടുത്ത് ഒരു ദിവസം വരുന്നവർക്ക് അത്യാവശ്യം കറങ്ങി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് വെള്ളം കുടിക്കാനുള്ള സജ്ജീകരണം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹോട്ട് വാട്ടറും ഉണ്ട്, കോൾഡ് വാട്ടറും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെള്ളവും കുടിക്കാം. അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ വെയിലത്തും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു രസം ഒരു ഗുണം തന്നെയാണ് ഇവിടെ ഒരു വെള്ളം കിട്ടുന്നത് കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിന് പഞ്ഞൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് വെള്ളം കുടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോർട്ടിൽ നിന്നിറങ്ങി നേരെ നമ്മളിപ്പോൾ പോകുന്ന കാപ്പിൽ ബീച്ചിലേക്കാണ് കേട്ടോ. പോകുന്ന വഴി ഒരു സൈഡിൽ ഫുള്ള് കടലിങ്ങനെ ആഞ്ഞ് തിരമാല അടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ അവിടുത്തെ ആളുകളുടെ വീടുകളെല്ലാം തന്നെ നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ പറ്റുമേ. നമ്മളപ്പോൾ ഉണ്ടല്ലോ പോകുന്ന വഴിക്ക് സ്വിമ്മിംഗ് പൂള് കണ്ടു. അപ്പോൾ സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോൾ നമുക്ക് ചെറുക്കനെ സ്വിമ്മിംഗ് പൂള് മേടിക്കണം. അതിനിടയ്ക്ക് ഉണ്ടല്ലോ ഞങ്ങളപ്പം തിരക്കി വന്നപ്പോൾ എല്ലാത്തിനും ഈ ഇരിക്കുന്നതിന് 3500 അത്രയാണ്. അപ്പോൾ ഞങ്ങൾ തിരക്കി പറഞ്ഞ ഒരു 5000 രൂപയ്ക്ക് വലിയ സാധനം കിട്ടും. നമ്മൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ അത് എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂൾ മേടിച്ചിട്ട് പോകും. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കൊല്ലം പോകുന്ന വഴിക്കാണ്. ഇതിപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കാപ്പിൽ ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കുറേ കണ്ടു. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ വഴിയിൽ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇത് 2500, ഇത് വരുമ്പോൾ 3500 ആ ഒരു റേറ്റിലായിട്ട് നമ്മൾ ആദ്യം ഇത് കണ്ടിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളിങ്ങനെ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കും കയറാമെന്നൊക്കെ പറഞ്ഞത്. പുള്ളി തന്നെയാണ് പറഞ്ഞത് അത് അങ്ങനെയാണെങ്കിൽ ഒരു 5500 രൂപയുടെ അവരൊരു ഗോഡൗൺ ആണ് അവിടെ. അപ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വരാം, അതാകുമ്പോൾ എല്ലാവർക്കും പറ്റും വലിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അതിപ്പോൾ മേടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം നമ്മൾ കാപ്പിൽ ബീച്ചിലോട്ട് പോകും. അപ്പം നെക്സ്റ്റ് എവിടെയും നമ്മുടെ കാപ്പിൽ ബീച്ചിലോട്ട് ഒട്ടനെ പോകുന്നതാണ്. നമുക്കുണ്ടല്ലോ ഇതിപ്പോൾ 5500 രൂപയാണ്. അപ്പം അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പമ്പ് സെറ്റ് അവർ ഫ്രീ ആയിട്ട് തരാമെന്നാണ് പറയുന്നത്. അത് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്. ഇലക്ട്രിക് ഒന്നും വേണ്ട. അല്ലല്ല എടാ പുള്ളി ഉദ്ദേശിച്ച് ഇലക്ട്രിക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അപ്പം ഇതാണ് നമുക്ക് അതിൻ്റെ കൂടെ തരാമെന്ന് പറഞ്ഞിട്ടോ. 5500 അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് അതും തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാറ്റടിക്കാൻ പറ്റും. ഇപ്പം അത് കാറ്റടിക്കുന്ന കാണിക്കാണ് കേട്ടോ. ഇപ്പം അതായത് ഇപ്പം എയർ അടിച്ചില്ലെങ്കിൽ ഇതിന് 15 കിലോ ഉണ്ട്. എയർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന് 50 കിലോ എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ മാനുവലും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് നോക്കട്ടെ, എയർ അടിച്ച് കഴിഞ്ഞ് ഫുള്ള് അടിച്ചിട്ട് ഞാൻ കാണിക്കാമേ. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവർ കാറ്റടിക്കുന്നത്. ഇതിപ്പം അവരുടെ വലിയ മെഷീനാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം കാറ്റടിക്കുന്നവർ കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്. പുള്ളി അടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമം വന്നു. കാരണം ഇത്രയും ഈ സാധനം മാനുവലി അടിക്കണമെങ്കിൽ പുള്ളിക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ വേണ്ട, കാറ്റങ്ങ് ഒരു വെച്ചിട്ട് ഈ പറഞ്ഞതിൻ്റെ ഞങ്ങളിങ്ങനെ തന്നാൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അടച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളിപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി അറിഞ്ഞു. ഇത് അത്യാവശ്യം നീളമുണ്ട്, നല്ല നീളമുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിനി നേരെ ചുരുട്ടുന്നു, നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മളിപ്പം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം പുള്ളിക്കാരനകത്ത് കാറ്റെല്ലാം ഊരി വിട്ടു. ഇതുണ്ട്, കാറ്റൊക്കെ പെട്ടെന്ന് ചൊള്ളിക്കോളും. പിന്നെ ഈ പറഞ്ഞ വീട്ടിൽ തന്നെ നേരെ കൊണ്ടുപോവുക, നമ്മൾ വീട്ടിൽ ചെന്ന് കാണാൻ കേട്ടോ. അപ്പോൾ മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ നെക്സ്റ്റ് നമ്മൾ കാപ്പിൽ ബീച്ചിലോട്ടാണ്, അവിടെ വെച്ച് കാണാമേ. നമ്മളങ്ങനെ ഉണ്ടല്ലോ കാപ്പിൽ ബീച്ചിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 800 മീറ്റർ കൂടെ ഉള്ളൂ ഇനി കേട്ടോ. നല്ല തിരക്കുണ്ട് റോഡിലെ. ഇതിന് അവധി ദിവസം ആയതുകൊണ്ടെന്ന് അറിയത്തില്ല, ഫുള്ള് തിരക്കാണ്. പിന്നെ കൊച്ചു റോഡുമാണ്, നമുക്ക് നേരെ എന്തെങ്കിലും കാപ്പിൽ ബീച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ജസ്റ്റ് ഒരു 800 മീറ്റർ റോഡ് കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ബീച്ചാണ്. നമുക്ക് നൈസായിട്ടൊന്ന് വഴി പാളിയിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പൊയ്ക്കൊണ്ടിരുന്നിടത്തുനിന്ന് തന്നെ നമ്മൾ തിരിച്ചു വന്നു. ഗൂഗിൾ മാപ്പ് അവിടെ വരെയുള്ളതെന്ന് കാണിച്ചത്. ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ നാട്ടുകാരൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ വന്ന വഴിക്കാണ് കുറച്ച് അങ്ങ് ദൂരെ പോകണമെന്ന്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സംഭവമൊക്കെ ഉണ്ടെന്നൊരു രസമുണ്ട് കാണാൻ. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. എന്തായാലും നമുക്കിനി നേരെ ബീച്ചിലോട്ട് പോകാം കേട്ടോ. ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ആക്ച്വലി പുറമോട്ട് തിരിഞ്ഞു പോയില്ലേ, പുറമോട്ട് തിരിച്ചു പോയിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലായി ഏതാണ് ബീച്ച് എന്ന്. ഇനി ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. നല്ല തിരക്കാണ് കേട്ടോ. ഇതാണ് ബീച്ച്. നമുക്ക് ഈ പറഞ്ഞിട്ട് ഇതാ സംഭവം കാണുന്നത്. നല്ല തിരക്ക്. നിങ്ങൾ ഇവിടുത്തെ ട്രാഫിക് എന്ന് വെച്ചാൽ അപാരം. വെള്ളത്തിന് വണ്ടി ഇടാൻ പോലും സമയമില്ലല്ലോ. അവിടെ പോയിട്ടുള്ളവർ ഇങ്ങോട്ടൂടെ വരുമെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ചതയം ഞങ്ങൾ ഇറങ്ങി, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി, ഞാൻ പറഞ്ഞിട്ട് ചതയം ദിവസമാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ശിവഗിരി അടുത്താണ്. അപ്പം അവിടെ പോയിട്ടുള്ളവരെല്ലാം ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. നല്ല തിരക്ക് കേട്ടോ. അതുകൊണ്ടാ അവിടെ ബീച്ച് ഇത് കണ്ടോ, വെള്ളം അടിച്ചു കയറുന്നു അങ്ങോട്ട്. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. കൊള്ളാം കേട്ടോ, നല്ല തിരക്കുണ്ടേ. മോമോസ്, ജ്യൂസ് ബൈബ്, അതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫൈനലി ബീച്ചിനകത്ത് കയറി കേട്ടോ. ഭയങ്കര പാടായിരുന്നു കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഇതാണ് കേട്ടോ ബീച്ചിൻ്റെ ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടക്കാനുണ്ട്. നമുക്ക് നടക്കാം കേട്ടോ. ആക്ച്വലി നല്ല പാടായിരുന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പം വരുന്നവരതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി ഇടുമ്പോൾ പിന്നെ മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് പൂഴിയുണ്ട് അത്യാവശ്യം. അപ്പോൾ വണ്ടി നമുക്ക് പൂഴിക്കകത്ത് ടയർ പുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനനുസരിച്ച് വേണം നമുക്ക് പാർക്ക് ചെയ്യാനേ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് നൈസായിട്ട് പാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് നടക്കുവാണ്. ഇപ്പം ഇതുപോലെ നമുക്കുണ്ടല്ലോ, ഇതുപോലെ ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് വണ്ടികൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ അതുകൂടെ ശ്രദ്ധിച്ചോണം. നമുക്ക് എന്താ പറയുക, നടക്കാനുള്ള വേ മാത്രമല്ല ഇതിപ്പം നമ്മൾ നടന്ന് കേട്ടോ ഇനി എത്തി കേട്ടോ. പക്ഷെ ഇവിടെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഇപ്പം നോക്കിയാൽ രണ്ട് കുറച്ച് ബോട്ടിങ് സെറ്റപ്പ് ഉണ്ട്, അത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ കേട്ടോ. ഇത് നടന്ന് ഒത്തിരി എത്തി കേട്ടോ. ഏകദേശം അങ്ങ് ദൂരെ നമുക്ക് നടക്കാൻ തുടങ്ങിയാണ് വണ്ടി ഇട്ടിട്ട്. ഇത് റോഡിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഒരു പാലമുണ്ട്, തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു ബോട്ടിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് ചെയ്യാം. പിന്നെ പിള്ളേരൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്, അറിയില്ല. നമ്മളെ ബോട്ടിങ്ങിന്റെ ഒക്കെ അവിടുന്ന് വീണ്ടും നമ്മൾ ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങിയാണ് ബീച്ചിന്റെ അതുവഴി. വീണ്ടും ബീച്ചിന്റെ അതുവഴി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് കല്ലാണ്. അതിന്റെ അപ്പുറത്താണ് ബീച്ചിൽ ഇറങ്ങാൻ പറ്റൂല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ അന്ന് നിന്നപ്പോൾ കല്ലിന്റെ മണ്ടയ്ക്ക് കയറി നിന്നപ്പോൾ കുറച്ച് പേര് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഗൈസ് ആക്ച്വലി നിങ്ങളെന്നല്ലോ, നിങ്ങൾ വരുവാണെങ്കിലും ആദ്യം അങ്ങേ മൂലയ്ക്ക് വണ്ടി ഇട്ടിട്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ വരെ വണ്ടി എത്തും. അവൻ പറഞ്ഞേ നോക്കാം അവനൊന്ന് ഇറക്കാൻ പറ്റുമെന്ന്. നോക്കണ്ടല്ലോ, ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ഇതുപോലെ കല്ലിലൊക്കെ പിടിച്ചിറങ്ങി ബീച്ചിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇതൊരു പ്രോപ്പർ വഴി ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പൊ കരിമണ്ണാണ് എൻ്റെ നല്ല പാടാണ് കേട്ടോ ആക്ച്വലി ഇതുവഴി ഇറങ്ങി വരാന്. ഒരു പ്രോപ്പർ ബീച്ച് കയറി അല്ലെങ്കിൽ അങ്ങനെയില്ല, ഈ കല്ല് കയറി ഇതാ ഇവിടെ വന്ന് ബീച്ചിൻ്റെ അവിടെ നിൽക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം കേട്ടോ. അല്ലാതെ പ്രോപ്പർ ബീച്ചായിട്ടിരിക്കും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അവിടെ നോക്കിയിറങ്ങണേ. അവിടെ ഒരുത്ത മാത്തപ്പനം കൊണ്ട് കടലിൽ ഇറക്കാൻ പോയത് കേട്ടോ. നമുക്കപ്പോൾ ഉണ്ടല്ലോ ബീച്ചിൽ ഇറങ്ങാൻ പറ്റൂല കേട്ടോ, അത് കൺഫേം ആയി.
ഇവിടെ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ വന്നിട്ട് പറഞ്ഞു ബീച്ചിൽ ഇവിടെ ഇറങ്ങാൻ പറ്റൂല. നമുക്ക് ഇവിടെ ഇപ്പൊ എല്ലാവരും ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ വിസിലടിച്ച് നമ്മൾ കയറ്റി കേട്ടോ. അപ്പം ബീച്ചിനകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഒന്നെങ്കിൽ ഈ പറഞ്ഞ കല്ലിലൊക്കെ നിന്ന് കാഴ്ച കാണാനേ മാത്രമേ പറ്റൂ. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് കായൽ സംഭവങ്ങളുണ്ട്, അവിടെ നോക്കാമേ. നമുക്ക് ആക്ച്വലി ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം അതിന് ബീച്ചിന് തൊട്ട് പുറത്തോട്ട് കായലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ആക്ച്വലി ഇറങ്ങി കുളിക്കാനുള്ള സംവിധാനമുണ്ട്, സജ്ജീകരണമുണ്ട്. പിള്ളേരൊക്കെയാണ് കൂടുതലും. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോ എടുക്കുന്നില്ല, കാരണം കുളിക്കുന്നതായതുകൊണ്ട് തന്നെ ഞാനധികം വീഡിയോ എടുക്കുന്നില്ല. അപ്പം ബീച്ചിന് നേരെ ഓപ്പോസിറ്റ്, അത് ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കായൽ സംഭവം ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ബീച്ചിൽ ഇറങ്ങാൻ പറ്റൂല. കുണ്ടാപ്പി വന്നപ്പോഴേ ബീച്ചിലെ സോറി കായലാന്ന് തോന്നുന്നുണ്ട്. അവിടെ കളി തുടങ്ങി കേട്ടോ. ഇവനെ വെള്ളം കണ്ട അവൻ ചാടി വീഴും. പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോയത്. പക്ഷേങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ആളുകൾ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രം അവനെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കിയതാ. ഇപ്പോഴേ എന്താ അതിനൊക്കെ വേണ്ടിയേ? ചായ വേണോ അടാ? ഞങ്ങളുണ്ടല്ലോ അവനെ ബീച്ചിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ അവനെ കായലിലോടെ ഇറക്കി തിരിച്ചവനെ കയറ്റി. അയ്യോ ഭയങ്കര വെള്ളത്തിൽ കയറ്റിയാണ് ഈ ബഹളം കാണുന്നത്. ഇനിയിപ്പം തിരിച്ച് കുഴപ്പമില്ല കേട്ടോ. ഒരു ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ടിപ്പിക്കൽ ബീച്ചാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ഈ പറഞ്ഞിട്ട്. പക്ഷെ കായലിൽ ഇറങ്ങുന്നത് കുളിക്കാം, ഇതാണ് സംഭവം. ഏതൊക്കെയുണ്ട് ഇനിയിപ്പം പാനിപ്പൂരി ഒന്ന് കഴിക്കാൻ വേണ്ടി നിർത്തി. അവനെ ഒന്നാമത് വഴക്കാണ് വെള്ളത്തിന് കയറ്റിയന്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് പാനിപ്പൂരിയൊക്കെ കഴിച്ചു കാറിലോട്ട് പോവാന്നേ. പിന്നെ ബലി ബുളി തന്റെ കൊണ്ടപ്പിക്ക് അത് ഞാനാടാ അത് പോകുന്ന കിട്ടും തപ്പണം. അത് ഒഴിക്കണേ. കുണ്ടപ്പി അങ്ങനെ അല്ലടാ, അത് ഗ്ലാസ്സില് ഇവിടുത്തെ ഏകദേശം ഒരു 3 സ്ഥലം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങല് വരുന്നവര് അടുത്തുള്ള ഒരു 3 സ്ഥലം ഞാനിപ്പം ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് നമ്മൾ കാറിനടുത്തോട്ട് പോവാണേ. അപ്പൊ ഇനി പോകുന്ന വഴിക്ക് ഇനി എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ വെച്ച് ഇവിടെ വെച്ചായിരിക്കും അവസാനിക്കുന്നത്. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. എന്തെങ്കിലും ടിസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും നല്ല സ്ഥലങ്ങൾ ഇനി വേറെ ഉണ്ടോ എന്നുള്ളതെല്ലാം ഞാൻ വഴിയെ പറയാം കേട്ടോ.